ഹായ് ഓൾ, വെൽക്കം ടു വൺസ് KTU 2024 സ്കീമിലെ സെമസ്റ്റർ 5 മെഷീൻ ലേണിംഗ് എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്റർ എസ്റ്റിമേഷൻ ആണ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പാരാമീറ്റർ എസ്റ്റിമേഷൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്? ശരിക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും നമ്മൾ അതിൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നു. ആ പാരാമീറ്ററിൽ നിന്നും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ കണ്ടുപിടിക്കുന്നു, ഒരു ബെസ്റ്റ് വാല്യൂവിനെ കണ്ടുപിടിക്കുന്നു. അതാണ് ശരിക്കും ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ മെഷീൻ ലേണിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, പാരാമീറ്റർ എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് finding the best values of unknown parameters of a probability distribution using observed data. അപ്പോൾ ഈ പാരാമീറ്റർ എസ്റ്റിമേഷന് മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. MLE അതേപോലെ MAP. ഈ 2 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിൽ പറയുന്നുണ്ട്. അതിലെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലേ. ആ ഓരോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴും അതിന്റെ പാരാമീറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതിൽ നിന്നും പാരാമീറ്ററിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ പാരാമീറ്ററിന് ഡിഫറെൻ്റ് വാല്യൂസ് കൊടുക്കുന്നു. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എടുക്കുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെ വരാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സെറ്റ് ഓഫ് വാല്യൂസ് തന്നിരിക്കാന്ന് വിചാരിക്കുക. x1 മുതൽ xn വരെയുള്ള വാല്യൂസ് ഡേറ്റാസ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ഈ റാൻഡം ആയിട്ട് ഇതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള ചാൻസ് എന്താണ് എന്ന് ചോദിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദ ക്വസ്റ്റ്യൻ റിമൈൻസ് വിച്ച് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ഏത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ പാരാമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് അതിന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷന് ഡിഫറെൻറ്റ് വാല്യൂസ് ആണെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ നോക്കാം. ഇവിടെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, അതായത് അതിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് വേണം നമ്മൾ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ബെർണോളി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ P ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ വേറെയാണ്. സോ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഈ പറയുന്ന മ്യൂവും അതേപോലെ സിഗ്മ എന്ന് പറയുന്ന പാരാമീറ്ററും ആണ്. മനസ്സിലായോ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ അവിടെ പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. ആ പാരാമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ് അവിടുത്തെ പാരാമീറ്റർ. അതേപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നും എക്സും ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴും അതിന്റെ പാരാമീറ്റർ ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ ആ പാരാമീറ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ MLE ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റയുടെ സാമ്പിൾ ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ഡേറ്റ സാമ്പിൾസിനെ എല്ലാം നമ്മൾ വെച്ചു. x=x1 to xn, ഇതെല്ലാം ഓരോ ഡേറ്റാസ് ആണ്. ഇതാണ് നമ്മുടെ ട്രെയിനിങ് ഡേറ്റ സെറ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ L of theta = പ്രോബബിലിറ്റി ഓഫ് x1 given തീറ്റ. x1 എന്ന് പറയുന്നത് ഇതിലെ ഓരോ ഡേറ്റയാണ്. x1 given തീറ്റ നമ്മുടെ പാരാമീറ്റർ തീറ്റയാണ്. ഇനി നെക്സ്റ്റ് വരുമ്പോൾ P of x2 given തീറ്റ, രണ്ടാമത്തെ ഡേറ്റ എടുത്തു, അതിനോട് പാരാമീറ്റർ ചേർത്ത് വെച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ xn വരെയുള്ള വാല്യൂല് നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യണം. ഇനി ലാസ്റ്റ് നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും? L of theta = log p
x1 given theta plus log p x2 given theta plus ലാസ്റ്റ് വരുമ്പോൾ log p xn given theta അവിടെ വരെ വന്ന് നമ്മൾ എത്തി നിൽക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ നോക്കുക. നമുക്ക് പി ഓഫ് തീറ്റ ഗിവൺ ഡേറ്റ സീക്വൽ ടു പി ഓഫ് ഡേറ്റ ഗിവൺ തീറ്റ പി ഓഫ് തീറ്റ ഡിവൈഡ് ബൈ പി ഓഫ് ഡേറ്റ എന്ന് വെച്ചാൽ ഇത് ബയേഴ്സ് തിയറം ആണ് അല്ലെ. ഈ ബയേഴ്സ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻ എഴുതാൻ വളരെ സിമ്പിളാണ്. നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് തീറ്റ ഗിവൺ ഡേറ്റ ആണ് നമുക്ക് എഴുതേണ്ടത്. നേരെ റിവേഴ്സ് പ്രോബബിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതുമ്പോൾ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതുക. പി ഓഫ് ഡേറ്റ ഗിവൺ തീറ്റ, പിന്നെ എഴുതേണ്ടത് പി ഓഫ് തീറ്റ ഡിവൈഡ് ബൈ പി ഓഫ് ഡേറ്റ. ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയേഴ്സ് തിയറത്തിന്റെ ഇക്വേഷൻ. ഇവിടെ തീറ്റയാണ് പാരാമീറ്റർ. നമ്മൾ ഓരോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലും ഓരോ പാരാമീറ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ബയേഴ്സ് തിയറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തീറ്റയാണ് ഇവിടുത്തെ പാരാമീറ്റർ. ഇനി ഡേറ്റ ഈസ് ദ ട്രെയിനിങ് സെറ്റ്. ഇവിടുത്തെ ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ആ ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതുന്നു. പി ഓഫ് തീറ്റ ഗിവൺ ഡേറ്റ ഇസ് ഈക്വൽ ടു പി ഓഫ് ഡേറ്റ ഗിവൺ തീറ്റ ഇൻറ്റു പി ഓഫ് തീറ്റ പി ഓഫ് ഡേറ്റ. സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. അതായത് പി ഓഫ് ഡേറ്റ ഗിവൺ തീറ്റ. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പി ഓഫ് എക്സ് ഗിവൺ തീറ്റ. ഇവിടെ നമുക്ക് ഡേറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ്ഡ് ഡേറ്റ എന്ന് പറഞ്ഞല്ലോ. അതായത് x1 മുതൽ xn വരെയുള്ള വാല്യൂസിനെയാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡേറ്റയുടെ പകരമായിട്ട് എക്സ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈക്ലിഹുഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. എൽ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഗിവൺ തീറ്റ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗിവൺ തീറ്റ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? x1 മുതൽ xn വരെയുള്ള വാല്യൂസാ. സോ നമുക്ക് ഈ എക്സിന് പകരമായിട്ട് x1 മുതൽ xn വരെയുള്ള വാല്യൂസ് കൊടുക്കാം. നെക്സ്റ്റ് ഓരോന്നിനും പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യണം. അതായത് x1ന് പ്രോബബിലിറ്റി, x2ന് പ്രോബബിലിറ്റി, അങ്ങനെ ഓരോന്നിനും xn വരെ നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പി ഓഫ് x1 ഗിവൺ തീറ്റ ഇൻറ്റു പി ഓഫ് x2 ഗിവൺ തീറ്റ, അങ്ങനെ എവിടം വരെ പോകണം? പി ഓഫ് xn ഗിവൺ തീറ്റ. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. പി ഓഫ് എക്സ് ഗിവൺ തീറ്റ എടുത്തു, എക്സിന് പകരം x1 മുതൽ xn വരെയുള്ള വാല്യൂസ് കൊടുത്തു, എന്നിട്ട് ഓരോന്നിനും നമ്മൾ പ്രോബബിലിറ്റി കൊടുത്തു. അത്രയല്ലേ ചെയ്തുള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യാൻ പോവാണ് രണ്ട് സൈഡിലും. ലോഗ് ഓഫ് എൽ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു, ഓരോന്നിനും ലോഗരിതം അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ വരും? നമ്മൾ ആദ്യം ഫുൾ ആയിട്ട് ലോഗ് അപ്ലൈ ചെയ്യുവാണ്. ലോഗ് ഓഫ് ഈ ടേം അല്ലെ, പി ഓഫ് എക്സ് ഗിവൺ തീറ്റ ഇൻറ്റു പി ഓഫ് x2 ഗിവൺ തീറ്റ ടു പി ഓഫ് xn ഗിവൺ തീറ്റ വരെ മൊത്തമായിട്ട് ലോഗ് അപ്ലൈ ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു കാര്യം അറിയാം. അതായത് ലോഗ് എ ബി എന്ന് പറയുന്നത് എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ശരിയല്ലേ? ഇവിടെ കിടക്കുന്നത് ലോഗ് എ ബി എന്ന് പറയുന്ന ഫോം അല്ലേ? സോ നമുക്ക് ഇതിനെയെല്ലാം ലോഗ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോഗ് എല്ലാത്തിനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ലോഗ് എ ബി എന്ന് പറയുന്ന ഫോം ലോഗ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. അപ്പൊ ലോഗ് ഓഫ് പി ഓഫ് x1 ഗിവൺ തീറ്റ ഒരു ടേമായി, അടുത്തത് ലോഗ് ഓഫ് പി ഓഫ് x2 ഗിവൺ തീറ്റ അടുത്ത ടേം, അങ്ങനെ ലാസ്റ്റ് ടേം ലോഗ് ഓഫ് പി ഓഫ് xn ഗിവൺ തീറ്റ വരെ നമ്മൾ ലോഗ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ ലോഗ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് പ്രോബബിലിറ്റിക്ക് പകരം നമ്മൾ ഫംഗ്ഷൻ കൊടുത്തു. ലോഗ് ഓഫ് എഫ് ഓഫ് എക്സ് ഗിവൺ തീറ്റ പ്ലസ് ലോഗ് ഓഫ് എഫ് ഓഫ് x2 ഗിവൺ തീറ്റ, പിന്നെ ലാസ്റ്റ് ടേം ലോഗ് എഫ് ഓഫ് xn ഗിവൺ തീറ്റ. അപ്പോൾ ലാസ്റ്റ് ടേം വരെ നമ്മൾ ഫംഗ്ഷൻ ഈ പ്രോബബിലിറ്റി ഈ ടേമിന്റെ പിക്ക് പകരം നമ്മൾ എഫ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എഫ് ഓഫ്
x given p is equal to p raised to x 1 minus p raised to 1 minus x. എക്സിന്റെ വാല്യൂസ് ആണ് 0യും 1ഉം. അതെങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സക്സസ് ആയിട്ടാണ് നമ്മൾ, സക്സസ് ആണ് പ്രോബബിലിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 1 കൊടുക്കും, ഫെയിലർ ആണെങ്കിൽ നമ്മൾ 0യും കൊടുക്കും. ഓക്കെ, അപ്പോ എക്സിന്റെ സ്ഥാനത്ത് 1 വരുന്നത് എപ്പോഴാണ്? സക്സസ് ആയിട്ടുള്ള കേസിൽ. എക്സിന്റെ സ്ഥാനത്ത് 0 വരുന്നത് ഫെയിലർ ആയിട്ടുള്ള കേസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനിലേക്ക് എക്സിന് പകരം 1 കൊടുക്കുകയാണ്. പി റേസ് ടു എക്സ് 1 മൈനസ് പി റേസ് ടു 1 മൈനസ് എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എക്സിന് പകരം 1 കൊടുത്താൽ എങ്ങനെ വരും? പി റേസ് ടു 1 മൈനസ് പി റേസ് ടു 1 മൈനസ് 1. പി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി തന്നെയാണ്. ഇവിടെ പവർ എങ്ങനെയാവും? 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 ആവും. അപ്പോൾ 1 മൈനസ് പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 അല്ലേ? സോ നമുക്ക് ഇവിടെ ആൻസർ 1 ആണ് കിട്ടുന്നത്. പി റേസ് ടു 1 എന്ന് പറയുന്നത് പി ആണ്. ഫൈനൽ ആൻസർ പി ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സ് റേസ് ടു 0 എന്താ മീൻ ചെയ്യുന്നത്? ഫെയിലർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഗിവൺ പി നോക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്തെല്ലാം 0 നമ്മൾ കൊടുക്കും. ഇക്വേഷനിലേക്ക് പി റേസ് ടു 0 1 മൈനസ് പി റേസ് ടു 1 മൈനസ് 0 അങ്ങനെ കൊടുത്തു. പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിൾ റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. 1 മൈനസ് പി റേസ് ടു 1 മൈനസ് 0 അതായത് 1 മൈനസ് പി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 1 മൈനസ് പി ആണ് ഫൈനൽ ആൻസർ. സോ ഇതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച പാരാമീറ്ററിന്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്പില് പാരാമീറ്ററിന്റെ, അതായത് ഡിഫറെന്റ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം പാരാമീറ്റർ ഡിഫറെന്റ് ആണ്. അവിടെ എല്ലാം നമുക്ക് പാരാമീറ്റർ ഈ പറയുന്ന ഇക്വേഷൻ, ലോഗിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെല്ലാം നമ്മൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.